Islam, then there should be evidence of Muhammad's tribe, the Quraysh, around Petra. If Dan Gibson can find Muhammad's tribe, it will greatly support his theory that Muhammad was from the Petra region and not from Mecca. Long ago, this was known as the city of Hawar, or Humayma as it is known today. Archaeologists have uncovered a farmhouse belonging to the Abbasid family and a mosque built sometime later. When the Muslims of Iraq defeated the Umayyads of Damascus, they wanted a member of Muhammad's family to support and legitimize their revolt. And so they came here to Humayma, 27 miles from Petra. It was here that they found Muhammad's family and the Quraysh tribe. They didn't go to Mecca in Saudi Arabia or Medina. They came here to Humayma, 27 miles outside of Petra. It was here that they found the Quraysh tribe and the family of Muhammad, not in Saudi Arabia. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കൾ നിങ്ങളെവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ വസ്തുതാപരമോ അല്ലെങ്കിൽ ആർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ഇസ്ലാം ഫാക്ച്വൽ എന്ന വിഷയത്തിൽ ഇത് 14ാമത്തെ എപ്പിസോഡുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. മുൻ എപ്പിസോഡുകളുടെ ലിങ്കുകളൊക്കെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് താല്പര്യമുള്ളവർക്ക് കാണാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ച വിഷയങ്ങളെക്കുറിച്ചുള്ള ചെറിയ വിശദീകരണമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. ഞാനത് റിപ്പീറ്റ് ചെയ്ത് സമയം വീഡിയോയുടെ ടൈം ലെങ്ത് കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് ചിന്തിച്ചു പോകുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട കഴിഞ്ഞ ചില എപ്പിസോഡിൽ ചിന്തിച്ചത് മെക്ക ഓർ ബെക്ക, അല്ലെങ്കിൽ മെക്കയാണോ അല്ലെങ്കിൽ പെട്രയാണോ ഇസ്ലാമിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന കാര്യങ്ങൾ ചിന്തിച്ചത്. നമ്മൾ ചിന്തിച്ച ആദ്യത്തെ വിഷയമായിരുന്നു മസ്ജിദ് അൽ ഹറാം അല്ലെങ്കിൽ ദ ഫോർബിഡൻ പ്ലേസ് എന്ന് പറയുന്നത് മെക്കയിലായിരുന്നോ അല്ലെങ്കിൽ പെട്രയിലായിരുന്നോ. കാബ ആൻഡ് ബ്ലാക്ക് സ്റ്റോൺ എന്നത് മെക്കയിലുള്ള ഇപ്പോൾ നമ്മൾ കാണുന്ന കറുത്ത ബിൽഡിങ് അവിടെയായിരുന്നു അല്ലെങ്കിൽ പെട്രയിലാണെന്ന് ചിന്തിച്ചു. മറ്റൊന്ന് മർവ ആൻഡ് സാഫ, അതായത് ഇസ്മായിലിനെയും ഹാഗറിനെയും പുറത്താക്കുന്ന സമയത്ത് ഈ മർവ ആൻഡ് സാഫ മൗണ്ടൻസിലേക്ക് 7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം അന്വേഷിച്ച് നടന്ന ചരിത്രം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ന് ഈ മക്കയ്ക്ക് ഉള്ളിൽ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ 2 പാറകളെ ഊറ്റം പാറകളെ കൊണ്ടുവച്ചിട്ട് അവിടെ വരുന്ന പിൽഗ്രിംസ് 7 ടൈംസ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നൊരു കാര്യമാണ്. മറ്റൊന്ന് സംസം വെള്ള ആഗറിന് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി ദൈവം പ്രൊവൈഡ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഈ 7 പ്രാവശ്യം മക്കയും മറവയ്ക്കും ഇടയ്ക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്തിട്ട് അങ്ങനെ അതിനുശേഷം ദൈവം ഈ വെള്ളം കൊടുത്തെന്ന് പറഞ്ഞത് സംസം വെള്ളം. എന്നാൽ ഈ സംസം വെള്ളിൻ്റെ ഒറിജിൻ ഇന്ന് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് ആ എപ്പിസോഡ് നോക്കിയാൽ കാണാൻ സാധിക്കും. അതിനുശേഷം മക്കയുടെ ജിയോളജിക്കൽ സർവേയിൽ കൂടെ ഖുറാനിൽ ക്ലെയിം ചെയ്യുന്നത് അവിടെ വാലികളുണ്ടായിരുന്നു, 2 വാലികൾക്കിടയിലായിരുന്നു ഈ സ്ഥലമെന്നും, എന്നാൽ അവിടെ നദി ഉണ്ടായിരുന്നുവെന്നും, സാൾട്ട് പില്ലർ ഉണ്ടായിരുന്നുവെന്നും, ഫീൽഡ്സ് ഉണ്ടായിരുന്നുവെന്നും, ഫ്രൂട്ട്സ് ട്രീസ് ഗ്രാസ് അതുപോലെ തന്നെ ഒലിവ് ട്രീ ഉണ്ടായിരുന്നുവെന്നും, ഈ കാബയെ നോക്കിക്കൊണ്ടിട്ടുള്ള മൗണ്ടൻസ് ഫേസിങ് ടു കാബ ഉണ്ടായിരുന്നു തെളിയിക്കുമ്പോൾ ഇതൊന്നും തന്നെ മക്കയിലായിരുന്നുവെന്നും ഇതെല്ലാം എന്നാൽ ഒറിജിനലായിട്ട് പെട്രയിലുണ്ടെന്ന് നമ്മൾ തെളിയിച്ചു. ഡാഗിബ്സൻ്റെ തിയറിയിൽ അതുപോലെ തന്നെ അവിടെ തന്നെ ജനിച്ചു വളർന്ന അൽഫാദിയുടെ നേരിട്ടുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഈ കാര്യങ്ങളൊക്കെയും ആസ്പദമാക്കി വി വിൽ ഡീബങ്ക് മക്ക ഓഫ് ദ 7th century. ഞാൻ പറയുന്നത് മക്ക എന്ന സ്ഥലമില്ലെന്നല്ല, ഖുർആൻ എന്ന പുസ്തകമില്ലെന്നല്ല, മുഹമ്മദ് എന്ന പ്രവാചകനില്ലെന്നല്ല, അതുപോലെ തന്നെ ഇസ്ലാം എന്നൊരു മതമില്ലെന്നല്ല. മക്കയിൽ അബ്ബാസിൻസ് തങ്ങളുടെ പൊളിറ്റിക്കൽ മോട്ടിവേഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു റിലീജിയൻ, അതിൻ്റെ അടിസ്ഥാന പുസ്തകമായിരുന്ന ഖുർആൻ, അതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ഒരു പ്രവാചകൻ, അതിൻ്റെ അടിസ്ഥാന സ്ഥലമായിരിക്കുന്ന ഒരു മെക്ക, അവിടെയല്ലായിരുന്നു, പെട്രയിലായിരുന്നു ആക്ച്വലി അതിൻ്റെ ഒറിജിൻ. ഈ അബ്ബാസിൻസ് അവൻ്റെ പൊളിറ്റിക്കൽ മോട്ടിവേഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഈ കാര്യങ്ങൾ വാസ്തവമല്ലാത്തത് കൊണ്ട് ഈ മക്കയെ നാം പൊളിച്ചെഴുതാൻ പോവുകയാണ്. അപ്പോൾ Makkah is where everything in Islam happened according to the Quran. If Makkah, therefore, the book Quran and the man Muhammad are absolutely dependent on Makkah.
If Makkah didn't exist there, then neither did the other two. അപ്പോൾ മക്ക എന്ന സ്ഥലം, ഈ അബ്ബാസിയൻസ് ക്രിയേറ്റ് ചെയ്ത മക്ക എന്ന സ്ഥലം അവർ പറയുന്ന സമയത്ത് ഖുറാനിൽ ക്ലെയിം ചെയ്തിരിക്കുന്ന 7th സെഞ്ച്വറിയിൽ, ഇപ്പോൾ നിലവിലുള്ള ഖുറാൻ ക്ലെയിം ചെയ്ത 7th സെഞ്ച്വറി നടന്നു എന്ന് പറയുകയാണെങ്കിൽ, അതില്ലെന്ന് തെളിയിച്ചാൽ ഈ പറയുന്ന ബുക്കും അവിടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ബുക്കും അവിടെ നിലനിൽപ്പിന് ഉണ്ടാക്കിയ മാൻമെയ്ഡ് മുഹമ്മദും ഇല്ലായ്മയായി തീരും. Once you get rid of Makkah of the 7th century, of the 7th century, then you get rid of Muhammad and the Quran in the 7th century, at least the Muhammad and Quran of Islam. അപ്പോൾ ഒരു മുക്കാലിയുടെ 3 കാലുകൾ പോലെയാണ് ഈ മക്ക എന്ന സ്ഥലം, ഈ ഖുറാൻ എന്ന പുസ്തകം, ഈ മുഹമ്മദ് എന്ന പ്രവാചകരും 7th സെഞ്ച്വറിയിൽ അബ്ബാസിയൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒന്നൊടിഞ്ഞാൽ ഇത് പിന്നെ ഉപയോഗശൂന്യമായ. ഇതാണ് ഞാൻ മനുഷ്യൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സൗകര്യമുണ്ട്, നിങ്ങൾക്ക് അന്വേഷിക്കാൻ സൗകര്യങ്ങളുണ്ട്. ഇന്ന് മൊബൈലിൽ വേണ്ടത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്ത് ആയിരക്കണക്കിന് വ്യാജമായ വാർത്തകൾ കിട്ടും. ഒറിജിനെ അന്വേഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം നിങ്ങളുടെ സോളിൻ്റെ എറ്റേണൽ ഡെസ്റ്റിനി, നിങ്ങൾ എവിടെയായിരിക്കും ശരീരം വിട്ടതെന്ന് തീരുമാനിക്കും നിങ്ങളാണ്. ഒരു മതവുമല്ല, നിങ്ങളുടെ മഹത പുരോഹിതന്മാരല്ല, നിങ്ങളുടെ മാതാപിതാക്കൾ, അവരൊക്കെ നിങ്ങൾ ഉപദേശിക്കാം. അതിനകത്ത് സെൽഫ് മോട്ടിവേഷൻ ഉപദേശിക്കുന്നവരുണ്ടാകാം, ഡിനോമിനേഷൻ റിലീജിയസ് മോട്ടിവേഷൻ ഉപദേശിക്കുന്നവരുണ്ടാകാം. പക്ഷേ യു ആർ പേഴ്സണലി റെസ്പോൺസിബിൾ ഫോർ യുവർ സാൽവേഷൻ ആൻഡ് യുവർ എറ്റേണിറ്റി. ഇത് ശരിക്കും മനസ്സിലാക്കണം. ഞാനിതാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഐ എം ട്രൈങ് ടു എക്സ്പോസ് ദ ട്രൂത്ത്. I am trying to expose the wrong notions. I am not going to compel anybody. ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. You have the freedom to choose. Then നമ്മൾ കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ട് ലിറ്ററലി ആയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ സെർച്ച് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ അപ്പക്കലിപ്സ് ഓഫ് സ്യൂഡ മെത്തോഡിയസ് കണ്ടിന്യൂഷിയോ ബൈസാൻഡിയൻ അറബിക്ക എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ പുസ്തകമുണ്ട്. AD 691 എഴുതിയിരിക്കുന്നതാണ്. ആ കാലത്തിലെ ചരിത്രങ്ങൾ സംബന്ധിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ഡ്യൂറിങ് ദ ഏർലി റെയിൻ ഓഫ് ഖലീഫ് ഹിഷാം, അതായത് ഉമായത്ത് ഡൈനാസ്റ്റിയിലെ ഒരു ഖലീഫാണ്. അദ്ദേഹം മക്ക ഭരിച്ചു എന്നതിനെ കുറിച്ചുകൊണ്ട് 741 കുറിച്ചുകൊണ്ട് ഒരു റെക്കോർഡുണ്ട്. അത് എത്രമാത്രം വാസ്തവമാണെന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ ട്രേഡ് മാപ്പുകൾ നോക്കിയാൽ AD 900 വരേക്കും ഒരൊറ്റ സ്ഥലത്ത് പോലും മക്ക എന്ന സ്ഥലത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ പെട്രോഷ്യ ക്രോണയെ കുറിച്ചുള്ള കാര്യം നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഇതെല്ലാം ടോളമിയുടെ, ഞാൻ പറഞ്ഞല്ലോ, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണത്തിന് ശേഷം അവന് മക്കളില്ലാതിരുന്നുകൊണ്ട് 4 ജനറൽമാരാണ് അവർ രാജ്യത്തെ വിഭാഗിച്ചെടുത്തത്. അതിനകത്ത് ടോളമി ആയിരുന്നു ഈജിപ്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ആ ഏരിയയെല്ലാം ഭരിച്ചിരുന്നത്. അതിനുശേഷം സെലൂക്യൻസ് ഉണ്ടായിരുന്നു. അവസാനം പല ഇന്റേണൽ വാറുകൾക്ക് ശേഷം സെലൂക്യൻസ് ആണ് മുന്നേറി വന്നത്. അതിനകത്ത് ഏറ്റവും അവസാനത്തെ സെലൂക്യൻ ചക്രവർത്തിയായിരുന്നു അത്താലസ് മൂന്നാമൻ. അവന് മക്കളില്ലാതിരുന്നത് കൊണ്ട് തൻ്റെ സാമ്രാജ്യത്തെ റോമൻ സാമ്രാജ്യത്തിന് കൈമാറുകയും ചെയ്ത് തൻ്റെ വില്ലിൽ കൂടെ കൈമാറുകയും ചെയ്യുന്നത് ഞാനത് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിരുന്നത് കൊണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഒന്നും തന്നെ ഇത് 1482 ക്രിയേറ്റ് ചെയ്ത ടോളമിയുടെ ഒരു ഭരണത്തിൻ്റെ മാപ്പാണ്. അവിടെ എങ്ങും മക്കയില്ല. അടുത്ത് പറഞ്ഞത് 1541 മക്ക മെൻഷൻ ചെയ്തിട്ടില്ല, 1571 മക്ക മെൻഷൻ ചെയ്തിട്ടില്ല. ഇത് 7th സെഞ്ച്വറിയിലും ഒരു മാപ്പാണ്, അതിനകത്ത് മക്കയില്ല. ഇത് 7th സെഞ്ച്വറിയിലും മറ്റൊരു മാപ്പാണ്. ഇവിടെ മക്ക എന്ന സ്ഥലമില്ല. പിന്നീട് നാം നോക്കുമ്പോൾ ഡാൻ ഗിബ്സൻ്റെ ആർക്കിയോളജിക്കൽ സർവേയിൽ കൂടെ AD 706 മുമ്പുള്ള ഒരൊറ്റ ഏകദേശം 11 മോസ്കുകളുണ്ട്. അതൊന്നും തന്നെ മക്കയിലേക്കല്ല, എന്നാൽ പെട്രയിലേക്കാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം GPS ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ലൊക്കേഷൻ, ഇപ്പോൾ നമ്മൾ GPS ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവർക്കറിയാം, ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷൻ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് സെർച്ച് ചെയ്യുന്നത്. ആ കോർഡിനേറ്റ്സ് സെർച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്ന വഴി നമ്മൾ തെറ്റി കയ്യിൽ തന്നെയും ആ കോർഡിനേറ്റ്സ് ഫിക്സ് ആയിരിക്കും. ആ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെ അത് ഗൈഡ് ചെയ്ത് എക്സാക്ട് സ്പോട്ടിൽ കൊണ്ട് നിർത്തുന്നത്. ഇതേപോലെ GPS ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി വ്യക്തിപരമായിട്ട് പോയി അവിടെ നിന്നും GPS ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ എർത്തിൽ കൂടെ ഈ സ്ഥലങ്ങൾ എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്ത്, അതായത് അവരുടെ ക്യുബ്ല എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്കുള്ള ഡയറക്ഷൻ്റെ സ്ഥലം, ആ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എല്ലാ മോസ്കുകളും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങോട്ട് നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഫ്ലൈറ്റിലും പ്രാർത്ഥനകൾ സമയത്ത് അത് കാണിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്.
അത് കാണിക്കും. ഇപ്പോൾ മക്കയുടെ ഡയറക്ഷൻ, ഫ്ലൈറ്റ് പോകുന്ന ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലാണ് മക്ക സ്ഥിതി ചെയ്യുന്നത് കാണിക്കും. അത് എന്നാൽ ഇതിൽ പ്രധാനമായിട്ട് മലയാളികളായിരിക്കും നമുക്ക് ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ, ഞാൻ താമസിക്കുന്ന ഏകദേശം 30 കിലോമീറ്റർ ദൂരമേയുള്ളൂ, ഈ കൊടുങ്ങല്ലൂർ എന്ന സ്ഥലത്ത് ആക്ച്വലി ചേര രാജാക്കന്മാരുടെ കാലത്ത് അതിനകത്തൊരു രാജാവ് ഇതിനെക്കുറിച്ച് കേട്ടിട്ട് മക്കയിലേക്ക് പോയി പ്രവാചകനായിട്ട് സംസാരിക്കുകയും അവൻ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. തിരിച്ചു വന്നിട്ട് ഈ ഒരു മുസ്ലിം പള്ളി തീർത്തു. അതിന് പറയുന്നതാണ് ചേരമൻ പള്ളി ഇപ്പോഴും അതുകൊണ്ട്. എന്നാൽ അതിന് പല പ്രാവശ്യങ്ങളും റീകൺസ്ട്രക്ഷൻ നടന്നു. അതിനുശേഷം റീകൺസ്ട്രക്ഷൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അത് കിബിള ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന മക്കയിലേക്കാണ്. എന്നാൽ അതിൻ്റെ ഓൾഡ് പ്ലാനുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മക്കയിലേക്കല്ല, പെട്രയിലേക്കാണെന്ന് പറയാൻ സാധിക്കും. അതുപോലെ ചൈനയിലുണ്ട്, അപ്പോൾ തന്നെ സിറിയയിലുണ്ട്, ഈജിപ്തിലുണ്ട്, ഇസ്രായേലിൽ തന്നെയുണ്ട്, ജോർഡാനിലുണ്ട്, യമനിലുണ്ട്, പിന്നെ ഇസ്രായേലിലുണ്ട്. ഇതെല്ലാം ഡയറക്റ്റ് ചെയ്തിരുന്നത് പെട്രയിലേക്കാണ്. ഇനി കിബിള ഇല്ലാത്ത മോസ്കുകളുണ്ട്. പെട്രയിലേക്കല്ല മെക്കയിലേക്കുമല്ല എന്ന് പറയണം, ഇൻ ബിറ്റ്വീൻ ഇരിക്കുന്ന മോസ്കുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഹിസ്റ്റോറിക്കൽ ചില കാര്യങ്ങളും അതിൻ്റെ പ്രൂഫുകളുണ്ട്, അതിൻ്റെ കാരണങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ വിശദീകരിക്കുമ്പോൾ ഒത്തിരി സമയം കൂടും. എന്നാൽ വാസ്തവമായിട്ട് ഡാഡ് ഗിബ്സന്റെ ഈ ആർക്കിയോളജിക്കൽ സർവേയിൽ കൂടെ 11 മോസ്കുകൾ AD 706 മുമ്പുണ്ടായിരുന്നത്. അപ്പോൾ ഇത് തെളിയിക്കാൻ പോകുന്ന ഈ മക്കയിൽ പറയുന്ന കാര്യങ്ങൾ ഹിസ്റ്റോറിക്കലും ആർക്കിയോളജിക്കലും നോക്കിക്കഴിഞ്ഞാൽ ഒറിജിനൽ അല്ല, മാൻമെയ്ഡാണ്. ഇനി മറ്റൊന്നാണ് ഈ ഡോക്ടർ പാട്രിഷ്യ ക്രോൺ. നിങ്ങൾക്ക് കൂടി ചിത്രം കാണാൻ സാധിക്കും. അവർ 15 ലാംഗ്വേജുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഹോളണ്ടുകാരി ഹിസ്റ്റോറിയനാണ്. അവരുടെ മുൻപ് ഒരു മൊണോഗ്രാഫി മാറ്റിൻ്റെ ഒരു ട്രേഡ് റൂട്ട് തിയറി ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ബൈസന്റൈൻ കിങ്ഡവും സെസാനിയൻ കിങ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേർഷ്യൻ കിങ്ഡം, നിങ്ങൾക്കറിയാലോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മേദോ പെർഷ്യൻ, അതായത് ബാബിലോണിയൻ സാമ്രാജ്യത്തിന് മേദോ പെർഷ്യൻ ആദ്യമായിട്ടാണ് മേദ്യനായ കോരശ് വന്ന് സാമ്രാജ്യം പിടിച്ചെടുക്കുന്നത്. പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിൽ ബേൽഷസർ അദ്ദേഹത്തിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്ന ഉപകരണങ്ങളിൽ മദ്യം കഴിക്കാൻ വേണം എടുക്കുമ്പോൾ അവിടെ ചുമരിൽ കഴുത്ത് കാണുന്നു. മേലത്തേക്ക് ഫാസിർ എന്ന് പറഞ്ഞ് അത് ദാനിയേൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അന്ന് രാത്രി തന്നെയാണ് കോരശ് വന്ന് സാമ്രാജ്യം പിടിച്ചെടുക്കുമ്പോൾ ആ കോരശ് ജനിക്കുന്നതിന് മുമ്പ് 124 വർഷങ്ങൾക്ക് മുമ്പ് താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി കൊണ്ട് അതാണ്ട് തോറയ്ക്കകത്ത് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദാനിയേൽ അത് കാണിച്ചു കൊടുക്കുമ്പോൾ കോരശ് സന്തുഷ്ടനായിട്ട് ഇസ്രായേലിൻ്റെ അവിടെ നിന്നുള്ള വിടുതലിന് ആദ്യമായിട്ട് ഓർഡർ പ്രഖ്യാപിക്കുന്നതാണ്. എന്നാൽ അവിടെ അപ്പോഴല്ല നടക്കുന്നത്, പ്രാക്ടിക്കൽ നടക്കുന്നത് പിൽക്കാലത്താണ്. അത് സമയം അത് നമ്മുടെ സബ്ജക്റ്റ് അതല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ വിശദീകരിക്കാൻ പോകുന്നില്ല. എന്നാൽ ജസ്റ്റ് ഒരു ഹിൻറ്റ് പറയുന്നുള്ളൂ. അങ്ങനെ ഒരു വാർ നടക്കുന്ന സമയത്ത് ഇവിടെ നിന്നാണ്, അതായത് ഈ ഗാസ പെട്രയിൽ നിന്നാണ് ഈസ്റ്റ് യൂറോപ്പിലേക്ക് ഇരുന്നിട്ട് യൂറോപ്യൻ കൺട്രികളെ എക്സ്പോർട്ട് നടക്കുന്നത്. ഇപ്പോഴും നടക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ഈ ഗാസയിൽ ഇത്ര പ്രശ്നം. ഈ ഡൊണാൾഡ് ട്രംപ് ഗാസയ്ക്ക് കണ്ണുവെച്ചിരിക്കുന്നത് കൊണ്ട് ബിസിനസ് മെൻറ്റാലിറ്റി, അദ്ദേഹം ഒരു ബിസിനസ് മാനാണ്. അവിടെ വലിയ സിറ്റി പണിയുമെന്നൊക്കെ പറയുന്നത് ഈവൻ സൗദി അറേബ്യ അനേക കോടീശ്വരന്മാരാണ് ഗാസയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ട്രംപിനോട് കൂടെ തയ്യാറായി നിൽക്കുന്നത്. ഗാസയിലെ ജനത്തെ രക്ഷിക്കുവാനോ ഇസ്രായേലിനെ രക്ഷിക്കുവാനോ ഒന്നും അല്ല വിഷയം. ദൈവം അത് പിൽക്കാലത്ത് ചെയ്യും. പക്ഷെ ഇപ്പോൾ ട്രെൻഡായിരിക്കുന്നത് അവിടെ നിന്ന് ഈ മെഡിറ്ററേനിയൻ സീയുടെ നല്ലൊരു പോർട്ടാണ്, നല്ല പ്ലെയിൻ പോർട്ടാണ്. നിങ്ങളിപ്പോൾ അടുത്ത ന്യൂസുകൾ കാണുന്നവർ കാണാൻ സാധിക്കും. അനേക പോർട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ മെഡിറ്ററേനിയൻ സീയുടെ ഗാസ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ആദ്യത്തെ ഇവിടെ ഈ സെസാന്റിയൻ ബെസാന്റിയൻ വാറിൽ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ ഈ റെഡ് ലൈനിൽ കാണുന്ന റൂട്ട് പറയുന്നത് ഈ വെസ്റ്റേൺ പ്ലാറ്റോയിൽ കൂടെ ഒരു ട്രേഡ് റൂട്ട്. അന്ന് ട്രേഡ് റൂട്ട് എന്ന് പറയുന്നത് ഇന്നത്തെ വാഹനങ്ങളല്ല. അന്നത്തെ ട്രേഡ് റൂട്ട് മരുഭൂമി കൂടെ നടക്കാൻ കഴിയുന്നത് ഒട്ടകങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. കുതിരയ്ക്ക് പോലും സാധ്യമല്ല. കുതിരയുടെ കുളമ്പടി നല്ല ഉറപ്പുള്ള തറയിൽ കൂടെ പോകാൻ സാധിക്കുകയുള്ളൂ. ഒട്ടകങ്ങൾക്ക് ഈ മണലാരണ്യത്തിൽ കൂടെ നടക്കാൻ സാധിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് അത് പേഴ്സണലായിട്ട്. ഞാൻ മണലാരണ്യത്തിൽ കൂടെ നടന്നു നോക്കിയിട്ടുണ്ട്. 1 മണിക്കൂറിൽ കൂടുതൽ നമുക്ക് നടക്കാൻ സാധ്യമല്ല. നല്ല ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ അത്ര ടെമ്പറേച്ചറായി. കുവൈറ്റിലാണ് വേൾഡിലെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചറുകൾ. 60, 63, 65 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒരു വണ്ടിയുടെ താക്കോൽ നമ്മൾ വെളിയിലിട്ടാൽ, അല്ലെങ്കിൽ വണ്ടി തന്നെ നമ്മൾ AC ഇടാതെ ഒരു മണിക്കൂർ നേരം ഓഫ് ചെയ്താൽ നമുക്ക് സ്റ്റിയറിങ്ങിൽ പിടിക്കാൻ സാധിക്കില്ല. ഞാൻ ഡെസേർട്ടിൽ 2.5 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം അവിടുത്തെ ഡെസേർട്ടിൻ്റെ അനുഭവങ്ങൾ എന്താണെന്ന്. ഓക്കെ, അങ്ങനെ ഒരു ട്രേഡ് റൂട്ട് ഉണ്ടായിരുന്നപ്പോൾ ഈ മക്കയിലേക്ക് ഒരു വഴി ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു വ്യാജ ട്രേഡ് റൂട്ട് കൊണ്ടുവന്നിരുന്നു. ഇതിനെയാണ് ഈ ഡോക്ടർ പാട്രിഷ്യ ക്രോൺ എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ
15 ലാംഗ്വേജുകൾ ഈ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഓരോ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ പഠിച്ച് അവർ കറക്റ്റായിട്ടുള്ള ട്രേഡ് റൂട്ട് എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സീ മാർഗം മൊത്തം ട്രേഡ് തുടങ്ങിയ സമയത്ത് ഈ റെഡ് കളറിൽ കാണുന്നതാണ് ഹെവി ഷിപ്പുകൾക്ക് പോകുന്ന റൂട്ട്, മറ്റേ ഗോൾഡൻ കളറിൽ കാണുന്നതാണ് ലൈറ്റ്. അത് ഈ അറേബ്യൻ സൈഡിലല്ല, ആഫ്രിക്കൻ സൈഡിലാണ്. അതായത് റെഡ് സൈഡ് ഈസ്റ്റ് സൈഡാണ് അറേബ്യ, വെസ്റ്റ് സൈഡാണ് ആഫ്രിക്ക എന്ന് പറയുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഇതായിരുന്നു ഇതിൻ്റെ ടോപ്പോഗ്രാഫിക്കൽ സർവേ നമ്മൾ തെളിയിക്കുന്നത്. ടോപ്പോഗ്രാഫിക്കൽ സർവേ എന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു 3D വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം ഉയരത്തിലും താഴ്ചയിലുമാണ് ഓരോരോ ബിൽഡിങ്ങുകൾ എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ അറേബ്യൻ പെനിൻസുല എന്ന് പറഞ്ഞാൽ ഈ 2 കടലിടുക്കുകളുടെ ഇടയിൽ കിടങ്ങുന്ന സ്ഥലത്തിന് പറയുന്നതാണ് അറേബ്യൻ പെനിൻസുല. ഈ അറേബ്യൻ പെനിൻസുലയുടെ ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ നിന്ന് 3000 അടി താഴെയായിട്ടാണ് ഈ മക്ക എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 3000 അടി താഴെ ഒട്ടകങ്ങളെ കൊണ്ടുപോയി, ഒട്ടകങ്ങൾക്ക് വളരെ വെള്ളം ആവശ്യമാണ്. നിങ്ങൾ ഈ ടോപ്പോഗ്രാഫിക്കൽ മാപ്പോ അല്ലെങ്കിൽ ജിയോളജിക്കൽ മാപ്പുകൾ, പൊളിറ്റിക്കൽ മാപ്പുകളല്ല, ജിയോളജിക്കൽ മാപ്പുകൾ, വേൾഡ് മാപ്പ് നോക്കിയെടുത്താൽ എവിടെയെല്ലാം ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ടോ അവിടെയെല്ലാം ഫോറസ്റ്റുകൾ, അവിടെ മഴയുണ്ട്, അവിടെയെല്ലാം നിങ്ങൾക്കറി കാണാൻ സാധിക്കും അവിടെ ഗ്രീനറി ഉള്ള സ്ഥലങ്ങളാണ്. അല്ലാതെ ഈ ബ്രൗൺ കളറിലൊക്കെ കാണുന്ന സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പാറകളും ഡെസേർട്ടുകളുമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ മക്കയുടെ സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ ഈ അറേബ്യൻ പെനിൻസുല നോക്കിക്കഴിഞ്ഞാൽ എവിടെയും തന്നെ ഒരു ഗ്രീൻ കാണുന്നില്ല. അതായത് അവിടെ മരുഭൂമിയാണത്. അപ്പോൾ ഈ മരുഭൂമിയിൽ ഒട്ടകങ്ങൾക്ക് വെള്ളം വേണം. വെള്ളത്തിന് ഈ 3000 അടി താഴെ കൊണ്ടുപോയി പോകാനെ വ്യവസായം നടത്തി ലോഡും വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. പിന്നെ മേളിൽ കയറി വരെ ഒരു വ്യവസായിയും അതിന് സമ്മതിക്കുകയില്ല. പിന്നെ അന്നുണ്ടായിരുന്ന ട്രേഡ് റൂട്ട് എന്ന് പറയുന്ന ഏദൻ, യമനിലുള്ള സന, നജ്റാൻ, അതുപോലെ തൈഫ്, യാട്രിബ്, അതായത് ഇന്നത്തെ മദീന, താബൂക്ക്, ദെൻ പെട്ര, ഗാസയിൽ നിന്നുമാണ് യൂറോപ്യൻ കൺട്രിയിലേക്ക് സാധനങ്ങൾ കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നത്. അവിടുന്ന് വരുമ്പോൾ ഈ ഓരോ സ്റ്റേഷനുകളിലും ഇമ്പോർട്ട് എക്സ്പോർട്ട് ഉണ്ടായിരിക്കും. നമ്മൾ കൊറിയർ അയച്ചാൽ കാണില്ലേ, ഒരു സ്ഥലത്തുനിന്ന് കൊറിയർ, ഇപ്പോൾ കേരളത്തിന് ട്രിവാൻഡ്രത്ത് നിന്ന് കാസർഗോഡേക്ക് കൊറിയർ വണ്ടി പോവുകയാണെങ്കിൽ ഓരോ ലൊക്കേഷനിൽ ഇറക്കാനും കയറ്റാനും ഉണ്ടായിരിക്കും. അതേപോലെയായിരുന്നു. ദെൻ നമ്മൾ മുന്നേ ഇതിൻ്റെ മറ്റൊരു ഗ്രാഫിക്കൽ സർവേയാണ്. 3000 അടി താഴെയാണ് ഈ മക്ക എന്ന സ്ഥലം. വെസ്റ്റേൺ പ്ലാറ്റോ എന്ന് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമ പീഠഭൂമി എന്ന് വേണമെങ്കിൽ പറയാം. മേളിലും അത് മരുഭൂമിയായി കിടക്കുന്ന സ്ഥലമായിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സീഷോർ വഴിക്കുള്ള മാപ്പുകൾ അവർ തെളിയിക്കുന്നത് ഇവിടെ അറേബ്യൻ സൈഡിലല്ലായിരുന്നു, വെസ്റ്റ് സൈഡിലായിരിക്കുന്ന ആഫ്രിക്കൻ കൺട്രികളിലായിരുന്നു. അതും അതിൻ്റെ ഓരോ സർവേ എടുത്ത് നോക്കി അസാബ് BC 246 ഉണ്ടായിരുന്നു ആ പോർട്ട്. അതുപോലെ ആൻഡലസ് വളരെ ഫേമസ് ആണ് AD 79. സൗക്കിൻ എന്ന് പറയുന്നത് AD 170. ബെറേനൈസ് എന്ന് പറയുന്നത് 275 BC. സഫാഗ് എന്ന് പറയുന്നത് 282 BC ഉണ്ടായിരുന്നതാണ്. ഇതിൻ്റെ എല്ലാം ഹിസ്റ്റോറിക്കൽ അവർ ഓരോ സ്ഥലങ്ങളിലും ലാംഗ്വേജുകൾക്ക് എഴുതാൻ 15 ലാംഗ്വേജുകൾ സംസാരിക്കാനും വായിക്കുവാനും എഴുതാനും അറിയുന്ന ഒരു ഹിസ്റ്റോറിയനായിരുന്നു ഡോക്ടർ പാട്രിഷ്യ ക്രോൺ എന്ന് പറയുന്നത്. അവരുടെ തിയറിയിൽ കൂടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന സമയത്ത് എന്താണ് പറയാൻ പോകുന്നത്? മനുഷ്യവാസത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം 2 കാര്യമാണ്: ഓക്സിജനും വെള്ളവും. അല്ലേ? വായും വെള്ളം. ഇത് ഏതൊരു അംഗീകരിക്കും. വെള്ളമില്ലാത്ത സ്ഥലത്ത് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റേഷൻ ഉണ്ടാകുകയില്ല. ഫ്രൂട്ട്സ് ഇല്ലാത്ത സ്ഥലത്ത് മനുഷ്യവാസം ഉണ്ടായാലേ ടൗൺസ് ഉണ്ടാവുകയുള്ളൂ. ടൗൺസ് ഉണ്ടാകുമ്പോഴാണ് വലിയ സിറ്റീസ് ഉണ്ടാവുകയുള്ളൂ. സിറ്റീസ് ഉണ്ടായിരുന്നേ സിവിലൈസേഷനേ ഉള്ളൂ. അപ്പോൾ ഈ മരുഭൂമി, മക്ക എന്ന സ്ഥലം മരുഭൂമി ആയിരുന്നതുകൊണ്ട് അവിടെ വെള്ളമില്ലാതിരുന്നത് കൊണ്ട് മനുഷ്യവാസമില്ലായിരുന്നെന്നും സിവിലൈസേഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ദർ വാസ് നോ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്. സിവിലൈസേഷൻ ഉണ്ടായില്ലല്ലേ ഹിസ്റ്ററി എഴുതുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ തദ്ദേശവാസികൾക്കൊന്നും തന്നെ ഈ മക്ക എന്ന സ്ഥലത്തെക്കുറിച്ചുള്ള യാതൊരു പരിജ്ഞാനമില്ല. ഇന്ന് മാർസിനകത്ത് വെള്ളമില്ലാതിരിക്കുന്നത് പോലെ മക്കയിലും മനുഷ്യവാസ യോഗ്യമല്ല എന്ന് തെളിയിക്കുകയാണ് ചെയ്തത്. മറ്റൊന്ന്, നമ്മൾ കോയിൻ പല എപ്പിസോഡുകളും പറയുന്നു, പുരാതന കാലത്ത് കോയിനുകൾ ചെക്ക് ചെയ്താൽ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കറൻസിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ മഹാത്മാഗാന്ധിജിയുടെ ഫോട്ടോ ഉണ്ടായിരിക്കും, മറ്റു സൈഡിൽ ഇന്ത്യൻ ഗവൺമെൻറ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സീലുണ്ടായിരിക്കും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതൊരു ചരിത്രപരമായിട്ടുള്ള ഒരു പാരമ്പര്യമായിരിക്കുന്ന ഒരു ഘടകമാണ്. ഓരോ രാജ്യങ്ങളും അതാത് സമയത്ത് ഭരണകർത്താക്കളുടെ എന്തെങ്കിലും ലിഖിതങ്ങളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ കോയിനുകളിൽ ആലേഖനം ചെയ്യുന്നുള്ളത്. കാരണം അന്ന് ഇന്ന് പോലെ യൂട്യൂബോ അല്ലെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങളും
പാപ്പിറസ് ഒക്കെ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കോയിനുകൾ ഉണ്ടാക്കുമ്പോൾ അവരുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ടും ഞാൻ ഈ കാലം തുടങ്ങി ഈ കാലം വരെ ഭരിച്ചു, ആ രാജാവ് മാറുന്ന സമയത്ത് ആ കോയിനുകളൊക്കെ മാറ്റിയിട്ട് വേറെ കോയിനുകൾ തൻ്റെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് ഉണ്ടാക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ 632 തുടങ്ങി ഏകദേശം 692 വരേക്ക് നോക്കിയാൽ ക്രോസിൻ്റെ സിമ്പിൾ കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് നോക്കി ക്രോസിൻ്റെ സിമ്പിൾ കാണാൻ നോക്കി, ഇവിടെ ക്രോസിൻ്റെ സിമ്പിൾ കാണാൻ നോക്കി, ഇവിടെ ക്രോസിൻ്റെ സിമ്പിൾ കാണാൻ സാധിക്കും, ഇവിടെ നോക്കി ഒരു ക്രോസിൻ്റെ സിമ്പിൾ കാണാൻ സാധിക്കും. ഇങ്ങനെ വന്നാൽ 692 വരേക്കും ക്രോസിന് സിംഗിൾ കാണും. എന്നാൽ 692 തൊട്ട് 692 അബ്ദുൽ അൽ മാലിക് ഇബിൻ സുബൈറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പെട്രയിലുണ്ടായിരുന്ന കാബ തകർത്തുകൊണ്ട് അവിടുന്ന് ബ്ലാക്ക് സ്റ്റോൺ എടുത്തു മാറ്റി മക്കയിൽ കൊണ്ട് സ്ഥാപിക്കാൻ അബ്ബാസിൻസുമായിട്ട് ഒരു കൈ ചേർന്നു, ഒരു ലിങ്ക് കടന്നു വന്നു. അങ്ങനെയാണ് അബ്ദുൽ അൽ മാലിക്കിൻ്റെ കൂടെ ഇബിൻ സുമൈർ ഈ ഭരണകാര്യങ്ങളിലേക്ക് കടന്നു വരുന്നത്. അവിടെ തുടങ്ങി ഈ ക്രോസിൻ്റെ സിമ്പിൾ. ഇതിന് മുമ്പ് 692 നോക്കി കോയിൻ കാണാത്ത ഇവിടെ കോയിൻ്റെ സിമ്പിൾസ് കാണാം. ഇവിടെ തുടങ്ങി കോയിൻസിൻ്റെ സിമ്പിൾ മാറ്റി. 693 അബ്ദുൽ അൽ മാലിക് തൻ്റെ തന്നെ ചിത്രത്തെ കോയിനുകളിൽ കണ്ടുവരാൻ തുടങ്ങി. അവിടെ അതിനപ്പുറത്ത് എഴുതുന്ന കാര്യം, അതായത് മക്മദ് എന്നൊരു വാക്കിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബ്ലെസ്ഡ് വൺ, അനോയിറ്റഡ് വൺ. ഈ പഴയ നിയമം പുസ്തകങ്ങൾ 11 ഇടങ്ങളിൽ മക്മദ് എന്ന് എഴുതി MHMD എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന് റോക്ക് ഇൻസ്ക്രിപ്ഷൻസിലൂടെ കാണിച്ചിരുന്നു. അതിലൊക്കെ ബ്ലെസ്ഡ് വൺ അല്ലെങ്കിൽ അനോയിറ്റഡ് വൺ എന്ന് കാണിക്കുന്നത് മഷികയാണ്. അവിടെ താൻ ചിത്രം വരച്ചുകൊണ്ട് ഒരു സൈഡിൽ മക്മദ് എന്ന് എഴുതുമ്പോൾ ക്ലെയിം ചെയ്യുന്നതെന്താ, ഞാൻ തന്നെയാണ് വരുവാനുള്ള മഷിക എന്ന് പറഞ്ഞിട്ട് ക്ലെയിം. തുടർന്നുള്ള കോയിനുകൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് 693 തുടങ്ങി 96ഉം അതുപോലെ തന്നെ 692 97 തുടങ്ങിക്കഴിഞ്ഞാൽ ഖുറാനിലെ ഇൻസ്ക്രിപ്ഷൻസ് വരാൻ തുടങ്ങി. അതായത് മക്മദിന് മഷിക എന്ന കൺസെപ്റ്റ് മാറ്റിയിട്ട് ഖുറാൻ്റെ കൺസെപ്റ്റുകൾ കൊണ്ടുവരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഉൽപ്പത്തിയുടെ 10-ാം അധ്യായത്തിൽ കൂഷിൻ്റെ ഭാര്യയായിരുന്ന സെമീറമസ് സ്ത്രീക്ക് ഇതുപോലെ ചില വെളിപ്പാടുകൾ ലഭിച്ചുകൊണ്ട് തനിക്ക് സൂപ്പർ നാച്ചുറൽ പവറുകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രഹസ്യമായിട്ടൊരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്തു. അതിനുവേണ്ടി പുരോഹിതന്മാരെ നിയമിച്ചുവെന്നും അവരുടെ പേരാണ് കർമ്മേൽ സന്യാസിമാരെന്നും, സ്ത്രീകൾ കടന്നു വരുന്ന ഒരു ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട് അവർ കർമ്മേൽ പുത്രിമാരെന്നും, ഈ കർമ്മേൽ സന്യാസിമാരുടെ ഹെഡായിട്ട് പൊന്തീഫ് ഇന്ന് അതിന് പോപ്പ് എന്ന് വിളിക്കുന്നുവെന്നും, അതിൻ്റെ ഓരോ രാജ്യങ്ങളും ദൈവം ഭാഷ കലക്കിയപ്പോൾ വിവിധ രാജ്യങ്ങളിലേക്ക്, വിവിധ സാമ്രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ കോണ്ടിനെൻസിലേക്ക് മനുഷ്യൻ ചിതറിപ്പോയെന്ന് പോകുന്ന സമയത്തൊക്കെ ഈ റിലീജിയൻ വിവിധ ഭാഷകളിൽ, വിവിധ സംസാരങ്ങളിൽ ഈ കൺസെപ്റ്റോടെ, അതിൻ്റെ കൺസെപ്റ്റ് എന്തായിരുന്നു, ദൈവം മനുഷ്യനെ നേരിട്ട് ഭരിക്കുന്നതിന് പകരം ഒരു മാൻമെയ്ഡ് റിലീജിയനിൽ കൂടെ മാനവജാതിയെ അടക്കി ഭരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് നോഹയുടെ 3 പുത്രന്മാരായിരുന്ന ജാഫത്ത്, ഹാം, ഷേമിൻ്റെ തലമുറ എന്നാണ് അബ്രാഹം വരുന്നത്. ഷേമിൻ്റെ തലമുറ നോഹ കാണിച്ച ദൈവിക മാതൃക പ്രകാരം മുന്നോട്ട് പോയി. എന്നാൽ ഹാമും ജാഫത്തിൽ നിന്നാണ് വിഗ്രഹാരാധന വരുന്നത്. അവരാണ്, അതിൽ നിന്നാണ് നിമ്രോദൊക്കെ വരുന്നത്. അവരാണ് ഈ ബാബിൾ ടവർ പണിയുന്നത്. അപ്പോഴാണ് ദൈവം ഭാഷ കലക്കുന്നത്. ഈ കൂശിൻ്റെ ഭാര്യ വളരെ മോശമായ സ്ത്രീയായിരുന്നുവെന്നും തൻ്റെ ഭർത്താവ് കൂശിൻ്റെ മരണത്തിന് ശേഷം തൻ്റെ മകനെ തന്നെ വിവാഹം കഴിച്ചുവെന്നും, മകനെ നിമ്രോദിനെ ദൈവമായിട്ടായിരുന്നു ആരാധിച്ചിരുന്നത്. ഈ ഷേമിൻ്റെ തലമുറ ഈ വൃത്തികേട് കണ്ടിട്ട് അവന് വെട്ടിക്കൊന്ന് കഷ്ണങ്ങളാക്കി വിവിധ ദേശങ്ങളിൽ കൊടുത്തു അയച്ചുവെന്നും, എന്നാൽ ഈ സ്ത്രീയുടെ തൻ്റെ വ്യഭിചാര പ്രവൃത്തി വിട്ടുകളയാതെ ദൈവമായിരുന്ന നിമ്രോദ് തൻ്റെ ഉദരത്തിൽ വീണ്ടും അവതരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ജനിച്ച മകൻ്റെ പേരാണ് തമോസ്. നിങ്ങൾക്ക് ബൈബിൾ സിക്കൽ പ്രവചനം 10-ാം അധ്യായം എന്നൊക്കെ വായിച്ചാൽ നമുക്കറിയാൻ സാധിക്കും. ആ ട്രിനിറ്റി, അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ട്രിനിറ്റിക്ക് പകരം പിതാവ് നിമ്രോദ്, അമ്മ സെമീറാമിസ്, പുത്രൻ തമൂസ് എന്ന ഒരു വ്യാജ ട്രിനിറ്റി ഉണ്ടാക്കി. ഈവൻ പല റിലീജിയനുകളിലും, ഹിന്ദുസത്തിലും കാത്തലിസത്തിലും ഒക്കെ തന്നെ ഈ വ്യാജ ട്രിനിറ്റികളൊക്കെയും റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അതായത് ഒരു മാൻമെയ്ഡ് റിലീജിയനിൽ കൂടെ മാനവജാതിയെ മുഴുവനും അടക്കി വാഴുന്ന ഒരു പ്രിൻസിപ്പിളുമായിട്ടാണ് സെമീറാമിസിൽ കൂടെ ആ മതം ആരംഭിച്ചത്. ഇതിൻ്റെ പേരാണ് മിസ്റ്ററി ബാബിലോൺ. ഇതിനെന്താ സംഭവിക്കാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവം തന്നെ ഇതിനെ ഒന്നായി കൂട്ടിച്ചേർത്ത്, ഇതാണ് ഈ എക്യുമെനിക്കൽ പ്രസ്ഥാനം. ഇന്ന് പെന്തിക്കോസ്തിലുണ്ട്. അതായത് ഒരു മതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് ദൈവം തന്നെ പ്ലാൻ ചെയ്യുന്നത് ഒന്നാക്കി കൂട്ടിക്കൊണ്ടത്. വൺ വേൾഡ് റിലീജിയൻ.
ഒന്നാക്കി കൂട്ടിക്കൊണ്ടുവന്ന് ആൻറ്റി ക്രൈസ്റ്റിനെ കൊണ്ട് അവയെ നശിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം പറയുന്നത്. അതിൻ്റെ അവസാനം നടക്കുന്നതാണ് 16-ാം വാക്യത്തിൽ. ഇതിൻ്റെ ഒരു പാർട്ടാണ് ഈ അബ്ബാസിസ് ക്രിയേറ്റ് ചെയ്ത മാൻമെയ്ഡ് റിലീജിയൻ. ഞാൻ വീണ്ടും പറയുന്നു, ഇസ്ലാം എന്നല്ല, ഇസ്ലാമിൻ്റെ ഒറിജിൻ പെട്രയാണ്. ഇസ്ലാമിൻ്റെ പ്രവാചകൻ മുഹമ്മദ് ആണെങ്കിൽ ഒറിജിനൽ മുഹമ്മദ് പെട്രയ്ക്ക് 27 കിലോമീറ്റർ ദൂരെയാണ് ഈ ഖുറൈശി വംശം താമസിച്ചിരുന്നത്. അപ്പോൾ അവർ ആരാധിച്ചിരുന്ന ദൈവം ആരാണെന്നും ഒക്കെ നമുക്ക് വ്യക്തമായി കാണും. നിങ്ങൾക്ക് തന്നെ ഹിസ്റ്ററി തെളിയിക്കാൻ സാധിക്കും. അപ്പോൾ ഈ കോറിയനച്ചിലൂടെ നമുക്ക് മനസ്സിലായി അബ്ബാസിൻസും അതേ സെമീറാമിസ് വ്യാപരിച്ചതായിട്ടുള്ള ആ സെയിം സിസ്റ്റം ഒരു മാൻമെയ്ഡ് റിലീജിയനിൽ കൂടെ മാനവജാതിയെ അടക്കി വാഴുക. ഇന്ന് വേൾഡ് പോപ്പുലേഷൻ 22% ഇസ്ലാമാണ്. ഇത് ശരിക്കും മനസ്സിലാക്കണം. ബയോളജിക്കൽ ഗ്രോത്തിൽ കൂടെ വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. അടുത്ത 5 വർഷം 10 വർഷത്തിനുള്ളിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി 27% അതിന് ഓവർകം ചെയ്യാൻ സാധിക്കും. എന്താണെന്നറിയാമോ? ഇതിൻ്റെ രഹസ്യങ്ങൾ കുറേയുണ്ട്. 2nd സെഞ്ചുറി 3rd സെഞ്ചുറി ആയപ്പോഴേക്കും ക്രിസ്ത്യാനിറ്റി ഡിഫൈൽഡായി. 1st 2nd ജനറേഷനിൽ അപ്പസ്തോലന്മാരെ കുറിച്ചൊന്നും ആരും പ്രസംഗിക്കുന്നില്ല, ജീവിച്ച് കാണിക്കുന്നില്ല. കാരണം ക്രിസ്തുവിന് വസിക്കണമെങ്കിൽ സെൽഫ് ഒരു കാര്യങ്ങളോട് ക്രിസ്തു വസിക്കുകയില്ല. ഡിനോമിനേഷൻ സ്പിരിറ്റ്, വ്യക്തി താല്പര്യങ്ങൾ, ഞാൻ എൻ്റെ എന്നുള്ളതിടത്ത് ക്രിസ്തു വസിക്കുകയില്ല. അത് 3ാം സെഞ്ചുറിയിൽ കോൺസ്റ്റന്റൈൻ കൂടെ തന്നെ അത് നഷ്ടപ്പെടുത്തു. ക്രിസ്തു വസിക്കാതിരുന്നതുകൊണ്ട് ചർച്ചിൻ്റെ ശക്തി നശിച്ചു. ഈ ഞാൻ നേരത്തെ ഒരു ഹിസ്റ്ററി കാണിച്ചല്ലോ, ലാറ്റിൻ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പണീഷ് ചെയ്യാൻ തക്കവണ്ണം തന്നെ ദൈവം ഇത്ര ജാതികളെ അനുവദിച്ചെന്നാണ്. ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഗാസ ഇസ്രായേൽ വാർ നടക്കുന്ന സമയത്ത് റിവർ ടു സീ ഇറ്റ് മസ്റ്റ് ബി പലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് ദൈവമാരെ പണിഷ് ചെയ്യാൻ വേണ്ടി ഉത്തരവാദപ്പെടുത്തിയിരിക്കുകയാണെന്ന് പറയുന്നത്. ഇതെല്ലാം വ്യാജങ്ങളാണ്. ദൈവത്തിൻ്റെ എറ്റേണൽ പ്ലാൻ ഒരിക്കലും മാറിയാൽ പിന്നെ അവൻ ദൈവമല്ലെന്ന് ആദ്യമേ മനസ്സിലാക്കണം. നമുക്ക് മുന്നോട്ട് പോകാം. ഇനി കുറച്ച് ചിത്രങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഞാൻ കുറച്ച് അല്പം മുമ്പേ പറഞ്ഞു. ഈ നിങ്ങൾക്കിവിടെ കാബയെക്കുറിച്ച് കാണാം. കാബ എന്ന് പറഞ്ഞാൽ ആ ബ്ലാക്ക് സ്റ്റോൺ ഇരിക്കുന്ന സ്ഥലം, മക്കയിലുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഇതിന് 7 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അവിടെയുള്ളത്. ഇതേ കാര്യം തന്നെ ജെറുസലേമിൽ ഇതിപ്പോൾ ഒരു സ്ക്വയറുണ്ട്. ഈ ഹോളി അതിവിശുദ്ധ സ്ഥലം നമുക്കറിയാമല്ലോ. അത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഷേപ്പിലാണ് വരുന്നത്. വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അപ്പോൾ ആ പ്രാകാരത്തിന് അകത്ത് ടെൻറ്റ് ഓഫ് മീറ്റിംഗ് പ്ലേസ്, അല്ലെങ്കിൽ സമാഗമന കൂടാരം തന്നെ വിശുദ്ധ സ്ഥലം, അതിനപ്പുറത്ത് അതിവിശുദ്ധ സ്ഥലം. അതിന് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന തിരശ്ശീലയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലാണ് തിരശ്ശീല മുകൾത്തോടി താഴോട്ട് കയറുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, ഞാൻ ഫാസ്റ്റായിട്ട് പോകുന്നത്. അപ്പോൾ അതിനെ സിംബോളൈസ് ചെയ്ത് യഹൂദന്മാർ ഇന്നും ഈ അതിവിശുദ്ധ സ്ഥലത്തെ എരികോ മതിലിന് 7 പ്രാവശ്യം ചുറ്റിയതുപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചുറ്റും. ഇതിനെ തന്നെ ഒരു കോപ്പി ചെയ്ത പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ ആക്ച്വലായിരിക്കുന്ന ഒരു കാബ പെട്രയിലുണ്ടായിരുന്നെന്നും ഇബിൻ സുബൈർ അതിനെ തകർത്തുവെന്നും അവിടുന്ന് ബ്ലാക്ക് സ്റ്റോൺ എടുത്ത് മാറ്റിയെന്നും പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫൗണ്ടേഷൻസ് ഇന്നുമുണ്ട്. അതാണ് ഡാൻ ഗിബ്സൺ ആർക്കിയോളജിക്കൽ സർവേ കൂടെ പ്രൂവിച്ചത്. മറ്റൊന്ന് നമ്മൾ സാഫയുടെ മറവയെക്കുറിച്ച് പറഞ്ഞു. ഈ 2 ചിത്രങ്ങളും ഇന്ന് മക്കയിലിരിക്കുന്ന സാഫെ മറവ എന്ന് പറയുന്നതാണ്. വളരെ അടുത്തടുത്ത് ആണ് ഈ സ്ഥലം. ഏകദേശം നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. പക്ഷേ ഈ 2 പാറകൾ, 2 പാറകൾ ഏകദേശം 13 അടി അല്ലെങ്കിൽ 20 അടി ഉയരമുള്ള പാറകൾ മാത്രം കൊണ്ട് വെച്ചിരിക്കുകയാണ്. ആ ബിൽഡിങ്ങിന് അകത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. എന്നാൽ ആക്ച്വൽ സാഫൻ മർവ പെട്രയിലാണെന്നും 2 മൗണ്ടൻസ് ഒക്കെ ഉണ്ടെന്നും ഇതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് ഡാൻ ഗിബ്സൺ തെളിയിക്കുകയുണ്ടായിരുന്നു. മറ്റൊരു കാര്യം നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും ഈ അറാഫത്ത്. ഇത് നമുക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം അതിൻ്റെ പുറകിലൊരു ഹിസ്റ്ററി ഉണ്ട്. മൗണ്ട് അറാഫത്ത് എന്ന് പറയുന്നത്, അതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് നിങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചു നോക്കാം. ഇൻ ഇസ്ലാമിക് ട്രഡീഷൻ മൗണ്ട് അറാഫത്ത് നോൺ ആസ് ജബൽ അൽ റഹ്മാൻ എന്ന് പറഞ്ഞാൽ മൗണ്ടൻ ഓഫ് മേഴ്സി. ഇവിടെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇതിൽ കൂടെ ഈ ഒരു തിയറിയിൽ കൂടെ സ്ഥാപിക്കാൻ പോകുന്നത് യേശു ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്തത്തിൽ കൂടെയുള്ള അറ്റോൺമെൻറ്റിൽ കൂടെയുള്ള അത് പാപക്ഷമയല്ലാതെ ദൈവത്തിൻ്റെ മേഴ്സി മാനസാന്തരത്തിൽ കൂടെ പ്രാപിക്കുന്ന ഒരു വ്യാജ ഡോക്ട്രൈൻ. ഇത് വളരെ ശക്തമായി ഞാൻ പല എപ്പിസോഡുകളിലും ഇതിലേക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ നോക്കി നിങ്ങൾക്ക് കാണാം. ഗ്രേറ്റ് സാൽവേഷൻ എന്ന് പറഞ്ഞ ഏകദേശം 12 എപ്പിസോഡുള്ള ഒരു സബ്ജക്റ്റ് യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ അറ്റോൺമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, നെസസിറ്റി എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ
ഇതാണ് ഈ മൗണ്ടൻ ഓഫ് മേഴ്സി ഈസ് പ്ലേസ്ഡ് വെയർ ആദം ആൻഡ് ഈവ് റീയൂണൈറ്റഡ്. ആദാമിനെയും ഹവ്വേനെയും ഏദൻ തോട്ടത്തിൽ പുറത്താക്കുമ്പോൾ 2 സ്ഥലങ്ങളിലായിട്ട് അവരെ പുറത്താക്കിയെന്നാണ് പറയുന്നത്. ആദാമിന് ഇന്ത്യയുടെ ഒരു ഭാഗത്തുനിന്ന് ഒരു വാദമുണ്ട്, മറ്റൊന്ന് സൗദി അറേബ്യയുടെ മറ്റൊരു സ്ഥലത്തുമാണെന്നൊരു വാദമുണ്ട്. സൗദി അറേബ്യയുടെ തൈഫ് എന്നൊരു സ്ഥലത്താണ്, പക്ഷേ കൂടുതൽ വാദം നിൽക്കുന്നത് ഇന്ത്യയുടെ ഏതൊരു ഭാഗത്താണെന്നും. ഹവ്വയെ മക്കയിൽ ഇറക്കി വിട്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഏകദേശം 40-200 വർഷത്തിനൊക്കെ ഇവർ തമ്മിൽ ഒന്ന് റീയൂണൈറ്റ് അവൻ തമ്മിൽ തമ്മിൽ സെപ്പറേറ്റ് ഇത് തമ്മിൽ ചേരുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തോട് റിപ്പൻറ്റൻസിന് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ 200 വർഷങ്ങൾക്ക് ശേഷം അള്ളാഹ് ആ റിപ്പൻറ്റൻസ് അഗ്രഹിച്ചെന്ന് പറയുന്നത്. ഞാൻ സ്റ്റോറി എന്ന് വായിക്കാം. ആഫ്റ്റർ ആദം ആൻഡ് ഈവ് disobeyed Allah by eating the forbidden tree, they repented and were sent down to earth. They repented എന്ന് വേർഡ് യൂസ് ചെയ്തിരിക്കുന്നു. റിപ്പൻറ്റൻസിക്ക് ഇവിടെ ദൈവം പാപം ക്ഷമിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ദൈവരാജ്യത്തിനകത്ത് പാപം ചെയ്താലും കുഴപ്പമില്ലല്ലോ, റിപ്പൻറ്റ് ചെയ്താൽ മതിയല്ലോ. ഇതല്ലേ ഇസ്രായേലിൽ സംഭവിച്ചത്. ഓരോ വർഷം അവർ യാഗം കഴിച്ചുകൊണ്ടിരുന്നു, മഹാപാപ പരിഹാര ബലി. ഓരോ വർഷം ചെയ്യുന്ന സമയത്ത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് അല്പസമയത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെടുന്ന ആടിൻ്റെ രക്തവുമായിട്ട് കടന്നു ചെന്ന് മറ്റുള്ളവരും ആകാംക്ഷയോടെ നോക്കി കിട്ടും. അഥവാ അഹ്റോനിൽ എന്തെങ്കിലും മഹാപുരോഹിതൻ എന്തെങ്കിലും ഒരു അകൃത്യമുണ്ടെങ്കിൽ മഹാപുരോഹിതൻ അവിടെ മരിച്ചു വീഴും. അപ്പോൾ അതിന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ നിലങ്കിക്ക് അടുത്ത് മണിയും മാതളം അതിൻ്റെ കൊണ്ട് ആ മണി അനങ്ങിക്കൊണ്ടിരിക്കണം. മഹാപുരോഹിതൻ മൂവ് ചെയ്യുന്നുണ്ട്, അനങ്ങിക്കൊണ്ടിരിക്കണം. മണിയുടെ ശബ്ദം കേട്ടാൽ എൻ്റെ അർത്ഥം മഹാപുരോഹിതൻ പോയി. അങ്ങനെ അതിസീരിയസ് ആയിരുന്ന ആ യാഗം കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പാപം ചെയ്യും. കാരണം എന്താ? അടുത്ത വർഷം വരുന്നുണ്ട്, മഹാപുരോഹിതൻ പാപത്തിൻ്റെ എല്ലാം വലിച്ചു കെട്ടി കൊണ്ടുപോയിക്കോളും. ഇങ്ങനൊരു കൺസെപ്റ്റ് ജ്യൂസിലൂടെ കടന്നു വന്നു. പിന്നെ അവസാനം മലാക്കിയുടെ പ്രവചന പുസ്തകം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ യാഗത്തിലും താല്പര്യമില്ല, നിങ്ങളുടെ ഒരു കാര്യത്തിലും എനിക്ക് താല്പര്യമില്ല. മനുഷ്യൻ അതാണ്. ഇസ്രായേലിലെ ചരിത്രം മുഴുവൻ കാണിക്കുന്ന മനുഷ്യൻ്റെ സ്വഭാവം അതാണ്. ഏതും തോട്ടത്തിൽ വന്ന പാപം എന്ന ശക്തി, മനുഷ്യനെ അടിമപ്പെടുത്തി വാഴുന്ന ശക്തി നിന്ന് മോചനം പ്രാപിക്കുക ദൈവത്തിൻ്റെ ക്ഷമ കൊണ്ട് സാധ്യമല്ല. ഒരു അറ്റോൺമെൻറ്റ് നടക്കണം, പാപത്തിൻ്റെ മേലെ ഒരു ശിക്ഷ നടക്കണം. അതാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. ഇതിനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അവർ റിപ്പൻറ്റ് ചെയ്തെന്ന്. അവർ റിപ്പൻറ്റ് ചെയ്ത ദൈവം അംഗീകരിച്ച് ക്ഷമിക്കുമോ? They were separated upon their descent, landing in different locations. Adam traditionally believed to have landed in a place in India or an area between Makkah and Al-Taif. Eve, Hawa, is said to have landed in Jeddah. മക്കയ്ക്ക് കുറച്ച് ദൂരെ കിടക്കുന്ന സ്ഥലമാണ് ജഡ എന്ന് പറയുന്നത്. അതായത് മക്ക പ്രവിശ്യയിൽ തന്നെ പെട്ട സ്ഥലമാണത്. They searched for each other for a long period, often seated as around 40 to 200 years, during which they both wept and continuously sought Allah's forgiveness. അത് കരഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ക്ഷമയ്ക്ക് വേണ്ടി യാചിച്ചു, ക്ഷമ കിട്ടി എന്നാണ് പറയുന്നത്. Impossible. If God forgives the humanity's sin without a proper atonement which satisfies the divine justice, ഡിവൈൻ ലോയാണ് ശിക്ഷ വിധിക്കുന്നത്. നമ്മുടെ കോർട്ടുകളിൽ ജഡ്ജാണോ ശിക്ഷ വിധിക്കുന്നതെങ്കിലും ആ ശിക്ഷ എന്തിനെ ബേസ് ചെയ്താ? എഴുതി വച്ചിരിക്കുന്ന നിയമാവലി, ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞിരിക്കുന്ന നിയമാവലിയുടെ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് ജഡ്ജ്. ജഡ്ജല്ല, ആ നിയമമാണ് ശിക്ഷ വിധിക്കുന്നത്. അതുപോലെ ദൈവമല്ല ശിക്ഷ വിധിച്ചത്, ഡിവൈൻ ലോയാണ് ശിക്ഷ വിധിച്ചത്. ആ ഡിവൈൻ ലോയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്ന വിധത്തിൽ ഒരു അറ്റോൺമെന്റ് നടക്കാതെ ദൈവം പാപം ക്ഷമിച്ചാൽ പിന്നെ ആ ദൈവമല്ല. എത്രയോ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, പലവർക്കും ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്തരം ഡോക്ടറീസ് കടന്ന് ക്ഷമ ചോദിച്ചാൽ മതിയല്ലോ, ക്ഷമ ചോദിച്ച് മനുഷ്യൻ അതായി തീർന്നു. ഇമ്പോസിബിൾ. പ്ലീസ് ലിസൺ ടു മീ. നിങ്ങളുടെ മാനവച്ച നിങ്ങളുടെ പേഴ്സണൽ എറ്റേണിറ്റിയെ സംബന്ധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇത്ര സംസാരിക്കുന്നത്. ഈ ശരീരത്തിന് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഒരു പുരോഹിതനോ ഒരു മതങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അത് നിങ്ങൾ ഈ ശരീരത്തിലിരിക്കുമ്പോൾ നിങ്ങൾ പോക്കറ്റ് അടിക്കുന്ന പോലെ പോക്കറ്റ് അടിക്കുന്നതാണ്. സത്യം പറയുന്നവരോട് നിങ്ങൾക്ക് വെറുപ്പാണ്. സത്യം പറയുന്നവരെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. സബ് ടു യുവർ സാൽവേഷൻ. അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിലാണ്. ഒരു പുരോഹിതനും സാധ്യമല്ല.
അങ്ങനെ their search ended when they finally recognized and met each other on the plain of Arafat at the hill now known as Mount of Mercy. അവിടെ കരുണ കിട്ടിയെന്നാണ്. ഇന്ന് അടുത്ത കാലത്ത് നെഞ്ചത്ത് രണ്ട് പ്രകാശം വന്നുകൊണ്ട് യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു സ്റ്റാച്ചു വെച്ചുകൊണ്ട് മേഴ്സി ഓഫ് ക്രൈസ്റ്റ്, കരുണയുടെ കർത്താവ്, അനേകർത്തിന് ഏതൊരു സ്ത്രീക്ക് ഒരു വെളിച്ചപ്പാട് കണ്ടതാണ്. ഇതേപോലെ സെമീറാമിസ് എന്ന് വ്യാപരിച്ചതാണ് ഈ വെളിപ്പാട് ലഭിച്ചത് പറഞ്ഞ് ആ വെളിപ്പാട് കൊണ്ട് മനുഷ്യരെ അടക്കി ഭരിക്കുക. പെന്തിക്കോസ്തിലൂടെയുള്ള കള്ളപ്രവചനങ്ങൾ പറഞ്ഞുകൊണ്ട് മനുഷ്യനെ അടക്കി ഭരിക്കുന്നു, ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, അനുഗ്രഹം കൊടുത്തുകൊണ്ട്. ഇതിൻ്റെ ഒക്കെ ഒറിജിൻ ഈ സെമീറാമിസ് എന്ന അത്തരം പ്രവചനങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവരുടെയും ഉള്ളിൽ കടക്കുന്നത് മിസ്റ്ററി ബാബിലോൺ. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നിന്റെ ന്യായവിധി നടക്കും. It was at this location that their repentance was accepted by Allah. Hence, the meeting is not the meeting to know or to become reacquainted. ഇതിനെയാണ് ഈ മൗണ്ട് അറാഫത്തിലേക്ക് പോകുന്ന കാര്യം പറയുന്നത്. എന്നാൽ നമ്മൾ ചിന്തിക്കുന്നത് ഈ മൗണ്ട് അറാഫത്ത് മക്കയിൽ ആചരിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഒറിജിൻ പെട്രയിലുണ്ട്. ഇതാണ് ഡാനിയൽ ഗിബ്സൺ തെളിയിച്ചെടുത്ത് കൊണ്ടുവന്നത്. തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഈ ജമാറത്ത്, ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായില്ലേ, ജമാറത്ത് എന്ന് പറഞ്ഞാൽ സാത്താനെ കല്ലെറിയുന്ന ഒരു പരിപാടി. ഈ മക്കയിൽ തന്നെ 1980 ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് ഒരു സാത്താൻ ഉണ്ടായിരുന്നുള്ളൂ. പിൽക്കാലത്ത് ഇതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ചോദ്യം വന്നപ്പോൾ അത് 3 സാത്താനാക്കി. എന്നാൽ അതിൻ്റെ കാര്യം എന്തായാലും ഹിസ്റ്റോറിക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ 2 എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു. പെട്രയിൽ 2 ടെമ്പിൾസ് ഉണ്ട്. ഒരു ടെമ്പിളിൽ ദുഷാരയുടെ ടെമ്പിൾ ഉണ്ട്. ദുഷാരയുടെ മറ്റൊരു ജനറിക് പേരാണ് ഇൽഹ. അതിനെ ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അല്ലെന്നും കൊടുത്താൽ അൽ ഇൽഹ, അതായത് അതിനെ അള്ള എന്നാക്കി. മനസ്സിലാണ്ട്? ദുഷാരയുടെ ഒരു ടെമ്പിൾ ഉണ്ട്. ദുഷാരയുടെ ഒരു ജനറിക് നെയിമാണ് ഇൽഹ. അതിനൊരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ സിറ്റി അല്ലെങ്കിൽ ദ മെക്ക അല്ലെങ്കിൽ ദ ബോയ് എന്നൊരു ഡെഫിനറ്റിക് ആർട്ടിക്കിൾ കൊടുക്കുന്ന പോലെ അൽ, അറബിലെ ഡെഫിനറ്റിക് ആർട്ടിക്കിൾ ആണ് അൽ ഇൽഹ. അപ്പം എന്തായി? അല്ലാ എന്നായി. അദ്ദേഹത്തിന് വേറൊരു ടെമ്പിൾ ഉണ്ട്. അന്ന് നെബാറ്റിയൻ ആൾക്കാരുടെ ഒരു ഹിസ്റ്ററി പറയുന്നത് ഈ നെബാറ്റിയൻ്റെ ഭാര്യയാണ് അൽ ഹുസ. ഈവൻ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് അൽ ഹുസ, 2 സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അൽ ഹുസയുടെ ടെമ്പിളിൽ അവർക്ക് 2 പെൺകുട്ടികളുമുണ്ട്. അപ്പോൾ ഈ ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞു വരുമ്പോൾ ദൈവത്തിന് ഭാര്യ ഉണ്ടാകാൻ പാടില്ലല്ലോ, ദൈവത്തിന് മക്കളുണ്ടാകാൻ പാടില്ലല്ലോ. ഇതെല്ലാം ഖുറാനിലെ വിശദീകരണമാണ്. അപ്പം എന്താക്കി? ഈ അൽ ഹുസയും ഈ 2 പെൺകുട്ടികളും സേറ്റാനാക്കി. അങ്ങനെ 3 ജുമാരത്തുകൾ, കല്ലെറിയുന്ന പരിപാടി. 49 to 70 or 72 കല്ലുകൾ എറിയും. ആദ്യം 1982 വരയ്ക്കും ഒരു ജുമാരത്ത് ഉണ്ടായിരുന്നുള്ളൂ, ഒരു സൈത്താൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഏകദൈവവിശ്വാസത്തിൻ്റെ കാര്യം ചിന്തയിൽ വന്നപ്പോൾ ഈ അൽ ഹുസയും 2 പെൺമക്കളെയും സൈത്താനുകളാക്കി. അൽ ദുഷാര ഏകദൈവം അള്ള ഒന്നാക്കി. കൺസെപ്റ്റ് മനസ്സിലാകുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇനി മറ്റൊന്ന് സംസം വെല്ല്. ഇത് 1830 സംസം വെല്ലിൻ്റെ ഒരു ഫോട്ടോയാണ്. 2 മില്യൺ, അന്ന് 2 മില്യൺ ആൾക്കാരുടെ 1000 പേര് തന്നെ കൂട്ടിക്കോ. ഇത്രയും കിണറിന്ന് 1000 പേർക്ക് വെള്ളം കുടിക്കാൻ കിട്ടും. ഇനി സംസം വെല്ലിനെ കുറിച്ചുള്ള ഇതാണ് പെട്രയിലെ സംസം വെല്ല്. ഇതുപോലെ വെള്ളം കെട്ടിക്കുന്ന സ്ഥലങ്ങൾ വേണ്ടത്രയുണ്ട്. മറ്റൊന്നാണ് ബ്ലാക്ക് സ്റ്റോൺ. മക്കയിലുള്ള ബ്ലാക്ക് സ്റ്റോണും ഒറിജിനൽ ബ്ലാക്ക് സ്റ്റോൺ ഞാൻ ഹിസ്റ്ററി ഞാൻ പറഞ്ഞിരുന്നു. പെട്രയിലുണ്ടായിരുന്ന കാബ നശിപ്പിച്ചുകൊണ്ട് ഇബിൻ സുബൈർ ആ ബ്ലാക്ക് സ്റ്റോൺ അവിടെ നിന്ന് മാറ്റി. പിന്നെ അബ്ബാസിൻസുമായ ഒരു നെഗോഷിയേഷനിൽ വന്നിട്ട് ആ മക്കയിൽ സ്ഥാപിച്ചു. മക്കയുടെ, അതായത് അബ്ബാസിൻസിൻ്റെ പൊളിറ്റിക്കൽ മോട്ടിവേഷൻ വേണ്ടിയിട്ട് ഒരു ഖുറാൻ ഉണ്ടാക്കി, ഒരു പ്രവാചകൻ ഉണ്ടാക്കി, ഒരു സ്ഥലമുണ്ടാക്കി. മക്ക ആ മക്കയിൽ കൊണ്ട് സ്ഥാപിച്ചു. അങ്ങനെ ഈ ബ്ലാക്ക് സ്റ്റോൺ എവിടെ ഇരിക്കുന്നു അവിടേക്കാണ് ദൈവവിശ്വാസികൾ. എല്ലാ മതങ്ങളിലും ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവത്തോട് ചേരുവാനുള്ളൊരു വാഞ്ചയുണ്ട്. എല്ലാ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ട്, എയ്റ്റീസിൻ്റെ ഹൃദയത്തിലുണ്ട്. ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ വ്യാജ വെളിപ്പാടുകളിൽ കൂടെ, വ്യാജ ഉപദേശങ്ങളിലൂടെ ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവത്തോട് ചേരുവാനുള്ള ആ വാഞ്ചയെ
ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ മതങ്ങൾ സൃഷ്ടിച്ച് തങ്ങളുടെ വ്യക്തി താല്പര്യങ്ങളിൽ കൂടെ അവർ ഭരിക്കുന്നത്. ഇതിനെ ഡീബങ്ക് ചെയ്ത് ഇതിനെ തച്ചുടച്ചുകൊണ്ട് നിങ്ങളുടെ സൃഷ്ടിതാവായ ദൈവം നിങ്ങളുടെ വ്യക്തിപരമായ രക്ഷയ്ക്ക് ആവശ്യമായ സത്യം എന്താണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എനിക്കൊരു റിലീജിയൻ ഇല്ല, എനിക്കൊരു ലോകത്തിൽ ഒരു റിലീജിയൻ രജിസ്ട്രേഷൻ ഇല്ല, ഞാൻ ചത്ത അവിടെ കുഴിച്ചെടുത്ത് എനിക്കറിയില്ല. ഇറ്റ്സ് നോട്ട് മൈ ഡ്യൂട്ടി. എന്നെ വീണ്ടെടുത്ത എനിക്ക് യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് റീകൺസൈൽ ചെയ്യുവാൻ, നിരപ്പ് പ്രാപിക്കാൻ സാധിച്ചെന്ന് എൻ്റെ മനസ്സാക്ഷി പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സാക്ഷി അങ്ങനെ പറയുന്നുണ്ടോ? ഇഫ് ഇറ്റ് ഇസ് സെക്യൂർഡ് യു ആർ സേഫ്, അല്ലെങ്കിൽ വെരി ഡേഞ്ചറസ്, വലിയ വില കൊടുക്കേണ്ടി വരും. ഇനി നമ്മൾ പെട്ടെന്ന് ഈ എപ്പിസോഡ് തീർക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം നമ്മൾ ചിന്തിച്ചതാണ്. പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഈ കാര്യങ്ങളിൽ കൂടെ തന്നെ നമ്മൾ സ്ഥാപിക്കാൻ പോകുന്നത് 741 AD മുൻപേ മക്ക എന്ന ഒരു സ്ഥലത്തിൻ്റെ പേര് എവിടെയും ഇല്ലായിരുന്നു. ഇതെല്ലാം മാൻമെയ്ഡാണ് സ്ഥാപിക്കാൻ പോണ്. ഇപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത് മക്ക എന്ന സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ അബ്ബാസിൻസിൻ്റെ മാൻമെയ്ഡ് റിലീജിയന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രവാചകൻ മുഹമ്മദ്, ഒരു പുസ്തകം ഖുറാൻ, ഒരു സ്ഥലം മെക്ക. ഇത് ഒറിജിനൽ അല്ല. ഒറിജിനൽ പെട്രയിലായിരുന്നു. ഖുറേഷി ഫാമിലി പെട്രയ്ക്ക് അടുത്ത് 27 കിലോമീറ്റർ ഉമായദ് സ്ഥലത്തായിരുന്നു. അവരുടെ ട്രഡീഷൻസ്, അവരുടെ ദൈവം ഏതാണെന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. ഇന്ന് ഞാൻ അല്പം പറഞ്ഞു. ഇനി മുഹമ്മദ് ആരാധിച്ചിരുന്നത് ദുഷാരയാണെന്ന് ഞാൻ പറയുന്നില്ല. അവിടെയും മൂടിൻ്റെ സിമ്പിളുള്ള ടെമ്പിളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കാര്യങ്ങൾ കൂടെ നമ്മൾ ഓരോരോന്ന് കാര്യങ്ങളായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് അബ്ബാസിൻസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി, പൊളിറ്റിക്കൽ ബെനിഫിറ്റിന് വേണ്ടി ഉണ്ടാക്കിയ ഈ മക്കയോ അതിനോട് റിലേറ്റഡുള്ള ഖുറാനോ അതിനോട് റിലേറ്റഡുള്ള പ്രവാചകനായ മുഹമ്മദ് അല്ല ഒറിജിനൽ, പെട്രയാണ് ഒറിജിനലാണ് സ്ഥാപിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത് ബൈ മാൻമെയ്ഡ് റിലേഷനിൽ കൂടെ നിങ്ങളുടെ സോളിനെ നഷ്ടപ്പെടുത്തുന്നതിനേക്കാളും നിങ്ങളുടെ ക്രിയേറ്റാവുന്ന യാവേ അവൻ തന്നെയാണ് യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ്റെ മുമ്പിൽ ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറയുന്ന വാക്ക് യാഹ്വേ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മലയാളത്തിലാണ് ഞാനാകുന്നു. നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ കൺസെപ്റ്റ് നമുക്ക് തോന്നും ആ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പറയുന്നത്. യേശു ക്രിസ്തു എവിടെയൊക്കെ അയാം എന്ന് ക്ലെയിം ചെയ്യുന്നുണ്ടോ അത് നേരെ പോയിന്റ് ചെയ്യുന്നത് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട മോശ ചോദിച്ചു നിൻ്റെ പേരെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ശാശ്വത നാമമായിട്ട് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളാണ്. 15-ാം വാക്യത്തിൽ പറയുന്നത് യാഹ്വേ യാഹ്വേ. എന്നാൽ ജ്യൂസ് ഈ വിശുദ്ധനാമം, ആ 10 കൽപ്പനകൾ, നിൻ്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാവ് എടുക്കരുതെന്നുള്ള ആ കൽപ്പന അവർ ഭയഭക്തിയോടുകൂടെ അതിനെ പിൽക്കാലത്ത് ഇന്നും അവർ യാഹ്വേ എന്ന് പൂർണ്ണമായിട്ട് പറയില്ല. അതിന് പിൽക്കാലത്ത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ലോർഡ് ക്യാപിറ്റൽ LORD ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ തുടങ്ങി. അതിൻ്റെ ഹിസ്റ്ററി വേറെ ഉണ്ട്. പുതിയ നിയമത്തിൽ ഗ്രീക്കിൽ വന്നപ്പോൾ L ക്യാപിറ്റലും ORD എന്നുള്ള സ്മോൾ ലെറ്റർ എഴുതാൻ തുടങ്ങി. ബട്ട് അൾട്ടിമേറ്റ്ലി ഈ മോശയ്ക്ക് മുൾപ്പടത്തിൽ പ്രത്യക്ഷപ്പെട്ടവൻ തന്നെയാണ് ക്രൂശിൽ മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി പരമയാഗമായി തുറന്നത്. അപ്പോൾ ഈ മക്ക എന്ന സ്ഥലത്തിൻ്റെ ഡീബങ്കിങ് നടക്കുന്ന ഈ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഞാൻ പറയുന്നത് ഏദൻ തോട്ടത്തിൽ നിന്നും മനുഷ്യനിൽ കടന്നു വന്ന പാപം എന്ന ശക്തിയെ, മനുഷ്യനെ ഇച്ഛകളെ അടക്കിയുമാണ് അവനെ വസിക്കുന്ന പാപപ്രവൃത്തിയല്ല, പാപം എന്ന ശക്തി, അതിൻ്റെ പ്രവൃത്തികളാണ് മനുഷ്യൻ ചെയ്യുന്നത്. അതിനെ മാറ്റുവാൻ ദൈവത്തിന് ക്ഷമിച്ചുകൊണ്ട് മാറ്റാൻ സാധ്യമല്ല. ആ പാപത്തിൻ്റെ മേൽ ഒരു ശിക്ഷ കൊടുക്കണം. കാരണം ദൈവം പറഞ്ഞിരിക്കുന്നത് പാപം ചെയ്ത് ദേഹി മരിക്കണം. അതാണ് പാപം ദൈവം സൃഷ്ടിതാവായ ദൈവം തന്നെ, നിയമം കൊടുത്തവനായ ദൈവം തന്നെ മനുഷ്യനെ പോലെ ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായി മനുഷ്യൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലുള്ള പാപത്തിൻ്റെ ശിക്ഷയെ തൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും എടുത്ത് തൻ്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ തൻ്റെ പ്രാണനും ആത്മാവും പാപികളായിരിക്കും പോയി മനുഷ്യ ശിക്ഷ അനുഭവിക്കുന്ന പാതാളത്തിൽ ഷിയോളിൽ പോയി ശിക്ഷ അനുഭവിച്ചു, മരണം അനുഭവിച്ചു എന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പരസ്യമായിട്ട് പറയുകയാണ്, മനുഷ്യ, നിന്റെ വ്യക്തിപരമായി നിന്നെ ഭരിക്കുന്ന പാപത്തിൻ്റെ ശിക്ഷ ഞാൻ എൻ്റെ പുത്രൻ്റെ മേൽ കൊടുത്തു. നീ കോടി വർഷങ്ങൾ നരകത്തിൽ വെന്തെറിയുന്നതിനേക്കാൾ, നിന്റെ തലമുറകൾ കോടി വർഷങ്ങൾ നരകത്തിൽ വെന്തെറിയുന്നതിനേക്കാൾ എൻ്റെ പുത്രൻ അല്പസ്ഥകം വെന്തെറിയുന്ന നല്ലത് നിന്നെ ഞാൻ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ പുത്രൻ്റെ മേൽ ഞാൻ ശിക്ഷ കൊടുത്തു. ഞാൻ അവന് ഉയർത്തെഴുന്നേൽപ്പിച്ച് പരസ്യമായിട്ട് പറയുകയാണ്, ഇഫ് യു ബിലീവ് ഇൻ ഹിം യു ഷാൽ ബി ഫ്രീലി ജസ്റ്റിഫൈഡ്.
നീ അവനെ വിശ്വസിച്ചാൽ നിന്നെ ഞാൻ സൗജന്യമായി നീതീകരിക്കാം. പാപം ക്ഷമിച്ചു കിട്ടിയവനായിട്ടല്ല യേശു ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നത് പോലെ നിന്നെ ദൈവരാജ്യത്തിൽ നിയമം കണക്കെടുത്തത് ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നവനായിട്ടാണ്. ഈ യേശുവിലേക്കാണ് നിങ്ങൾ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഒരു റിലീജിയനിലേക്കല്ല. യുവർ പേഴ്സണൽ ഗോഡ്, യുവർ പേഴ്സണൽ സാൽവേഷൻ, യുവർ പേഴ്സണൽ റിഡംഷൻ, ദാറ്റ് ഈസ് ക്രൈസ്റ്റ് ജീസസ്.